ഹായ് നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ല. നമ്മളിവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ണനും കല്യാണിയൊക്കെ രാവിലെ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രണ്ടാളും രണ്ട് വഴിക്കൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാനും കണ്ണനും കല്യാണിയും കൂടിയാണ് കേട്ടോ ഈ ഒരു കട്ടിലിൽ കിടക്കുക. പക്ഷേ എന്നെ ഇവർ തള്ളി പുറത്താക്കി ഇടുന്നുള്ള പോലൊരവസ്ഥയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളിവിടെ വന്നിട്ടിപ്പോൾ സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എനിക്കുണ്ട്. പിന്നെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിയതിൻ്റെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ പോകുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് എന്നത്തെയും പോലെ തന്നെ അടുക്കളയിലത്തെ പണികളൊക്കെയാണ് നിങ്ങൾ കണ്ടുവരുന്നത്. കല്യാണിക്ക് സ്കൂളിൽ പോകണമല്ലോ, അപ്പോൾ അവൾക്ക് രാവിലെ ടിഫിൻ കൊണ്ടുപോകണം, കഴിച്ചിട്ട് പോകണം. പിന്നെ അതുപോലെ ചോറും കറിയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കും ബഹളമൊക്കെ എല്ലാ ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങൾ കാണുന്നതാണല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നവംബർ 14 ആയിരുന്നു കേട്ടോ, ചിൽഡ്രൻസ് ഡേ ആയിരുന്നു. അപ്പോൾ ചാച്ചാജിയായിട്ടൊക്കെ പോകണമായിരുന്നു കല്യാണിക്ക്. അപ്പോൾ അത് തലേദിവസം തന്നെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടി കല്യാണി പോകുന്നത് വെയിറ്റിംഗ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ കണ്ണൻകുട്ടിയുടെ അടുത്ത് കണ്ണൻകുട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ആ റോസ് ഉണ്ടായിരുന്നു. അത് കാരണം എനിക്കത് കല്ലുന് വെച്ച് കൊടുക്കാനൊക്കെ പറ്റി. അപ്പോൾ പോക്കറ്റിൽ വെച്ചിട്ടും റോസിൻ്റെ വഴിക്ക് പോകുമായിരുന്നു. പിന്നെ ഞാനതൊരു പിന്നൊക്കെ ചെയ്ത് വെച്ച് കൊടുത്തപ്പോൾ അതവിടെ ഇരുന്നു കേട്ടോ. പിന്നെ നൈറ്റിൽ നമ്മൾ സ്റ്റഡി ടേബിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അത് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് വീഡിയോ ഒക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ടും അത് ഇത്തിരി പണിയാണ്. കാരണം നല്ല പണിയുണ്ട് ചെയ്യാനായിട്ട്. കുറേ സ്ക്രൂ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, കുറേ ഹോളുകളുണ്ട്. ഇത് എവിടെ എന്തൊക്കെ ജോയിൻ ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആയുധമൊക്കെ വെച്ച് കീഴടങ്ങി ചേട്ടനെ ഏൽപ്പിച്ചു. ചേട്ടൻ കുറേ നേരമായിട്ട് ഇതും പിടിച്ചിരിക്കുന്നത്. അവസാനം ചെയറൊക്കെ സെറ്റ് ചെയ്തു, ടേബിൾ ഇപ്പോഴും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ കല്യാണിനെ വിടുന്ന നേരത്ത് ഉള്ള തിക്കും തിരക്കും ബഹളം. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് അന്നല്ല ഇന്നത്തെയാണ് കേട്ടോ, അത് ഇന്നത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കണ്ണനെയും കൊണ്ടിട്ട് തെറാപ്പിക്ക് പോകണമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കല്യാണിനെ വേഗം എങ്ങനെയെങ്കിലും ദോശ കഴിപ്പിക്കാനുള്ള തിക്കും തിരക്കും ബഹളമൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ രാവിലെ ദോശയായിരുന്നു കേട്ടോ. പിന്നെ മീൻ വറുത്തതും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിൽ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ നടന്നും കൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കണ്ണന് രാവിലെ തന്നെ ഇഡലിയും ദോശയും പുട്ടും അങ്ങനെയൊന്നും വലിയ പിടുത്തില്ലാണ്ട് കണ്ടപ്പോൾ ഇന്ന് ഞാൻ രാവിലെ അവന് കുറുക്ക് ഉണ്ടാക്കി കേട്ടോ. കുറുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എല്ലാവിധ നല്ല സാധനങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ അവന് കുറുക്ക് ഉണ്ടാക്കുക. ആദ്യം നമ്മുടെ ഓട്സും അതുപോലെ റാഗി, അണ്ടിപ്പരിപ്പ്, ബദാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ നമ്മുടെ പൊട്ടുകടല, കപ്പലണ്ടി, ഇതൊക്കെ കൂടെ ഞാനൊരു ചീനച്ചട്ടിയിലിട്ട് വറക്കും. എന്നിട്ട് അതൊക്കെ വറുത്ത് പൊടിക്കും. അപ്പോൾ ആ വറവിൻ്റെ ഒരു ടേസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടാവും. അത് വറുത്ത് പൊടിച്ചിട്ട് പിന്നെ ശർക്കരയും പാലൊക്കെ ചേർത്ത് കുറുക്കി ഈന്തപ്പഴവും ഒക്കെ ഇട്ട് അടിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്ന് അവന് കുറുക്കി കൊടുത്തത്. പക്ഷേ എന്നിട്ടും ആൾ ഇങ്ങനെ നീന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം വരും. കാരണം നമ്മൾ എല്ലാവിധ കാര്യങ്ങളും അവന് ചെയ്ത് കൊടുത്തിട്ട് അവൻ ഫുഡ് കഴിക്കാണ്ട് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും കേട്ടോ. അവനും പറഞ്ഞിട്ട് കാര്യമില്ല, രാവിലെ തന്നെ കുറച്ച് മെഡിസിൻസൊക്കെ അവന് കഴിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെ ഫുഡ് കൊടുത്താലും അവൻ ആ മെഡിസിൻ കഴിച്ചതിൻ്റെ ദേഷ്യം അവൻ എൻ്റെ അടുത്ത് എന്തായാലും കാണിക്കും. അപ്പോൾ അടുക്കളയിൽ തോട്ടങ്ങളുടെ കാര്യം ഞാൻ നിങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാർ മാത്രമല്ല നമ്മുടെ വീഡിയോസ് കാണുന്നതെന്ന് എനിക്കറിയാം, ചേട്ടന്മാരും ഒക്കെ കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ രാവിലെ തോട്ടങ്ങളെ പറ്റി ഞാൻ പറയണ്ടല്ലോ. രാവിലെ നമ്മൾ എന്തായാലും സ്കൂളിലൊക്കെ ഉണ്ണികൾ പോകുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നല്ല ഓട്ടമായിരിക്കും. പിന്നെ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ഓട്ടങ്ങളൊക്കെ, എന്നേക്കാളും ഓട്ടങ്ങൾ ഓടുന്ന ആളുകളുണ്ടാവും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം വീട്ടിലെല്ലാ കാര്യങ്ങളും കഴിച്ച് ഹസ്ബൻഡിനെയും മക്കളെയും സ്കൂളിലും ജോലിക്കും വിട്ട് ജോലിക്ക് പോകുന്ന ലേഡീസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെക്കാളും ബെറ്ററാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പിന്നെ ജോലിക്ക് പോകണ്ട, എൻ്റെ ജോലി മുഴുവൻ വീട്ടിലാണ്. വീടിൻ്റെ ഉള്ളിൽ കിടന്നുള്ള ഞാനും കണ്ണനും കൂടിയുള്ള ജോലികളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ജോലികളുണ്ട്. വീട്ടിലിരിക്കുകയാണെങ്കിൽ എനിക്കും ജോലിയുണ്ട്, പുറത്ത് പോയി ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ജോലിയുണ്ട്. അവർക്ക് അവിടെ പോയി ജോലി ചെയ്യണം, വീട്ടിൽ വന്നിട്ടും ജോലി ചെയ്യണം. അപ്പോൾ കല്യാണിനെ വേഗം സ്കൂളിൽ വിടാൻ നോക്കുകയാണ് കേട്ടോ. കല്യാണിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം വേണം ഞങ്ങൾക്ക് കണ്ണൻകുട്ടീനെയും കൊണ്ട് തെറാപ്പിക്ക് പോകാനായിട്ട്. അപ്പോൾ അത് രാവിലെ തന്നെ ഒരു ഓട്ടം തന്നെയാണ്. കല്യാണിനെ വിടുന്നതും കണ്ണൻകുട്ടീനെ കൊണ്ട് പോകുന്നതും ഒക്കെ ആയിട്ട് രാവിലെ തന്നെ ഒരു ഓട്ടം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു കേട്ടോ. കല്യാണി പോയതിൻ്റെ പിന്നിൽ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങണം. അപ്പോൾ ചേട്ടൻ എല്ലാ ദിവസവും ഒന്നും ലീവ് എടുക്കാറില്ല. ഇപ്പോൾ ഇന്ന് ചേട്ടൻ ലീവ് എടുത്തു. ചേട്ടൻ ലീവ് എടുക്കുന്ന ദിവസം എനിക്ക് കാറിൽ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിനൊക്കെ പോകുമ്പോൾ തീരെ വയ്യാതെയാവാണ്. വീട്ടിലും ഒരുപാട് ജോലികളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണനെയും കൊണ്ട് ബസ്സിന് പോകാമെന്ന് പറയുന്നത് നല്ല പണിയാണ്. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ കയറാനും യാത്രകൾ ചെയ്യാനും. അവന് ഇഷ്ടം കാണിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കും ആകെ വയ്യാണ്ടൊക്കെയാവും. പിന്നെ കണ്ണൻകുട്ടിക്ക് മരുന്നും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനൊക്കെ
സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന നേരത്ത് കല്യാണിയുടെ വണ്ടി വന്നപ്പോൾ ചേട്ടനുള്ളത് കാരണം ചേട്ടൻ കൊണ്ട് വിട്ടു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഓടണം അവളെ വണ്ടി കയറ്റാനൊക്കെ ആയിട്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇതിപ്പോൾ അല്ലെങ്കിൽ ചേട്ടൻ ഇടയ്ക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ഞാൻ തന്നെ ഇങ്ങനെ കിടന്ന് ചക്രശ്വാസം വലിക്കണ്ടേ. അപ്പോൾ കല്യാണി പോയപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ വരുമ്പോഴേക്കും ആ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചോളൂ എന്ന്. അപ്പോൾ അച്ഛനാണെങ്കിൽ മറ്റേ മഴത്തുള്ളിക്കൽക്കത്തിൽ ദിലീപ് പറഞ്ഞതുപോലെ എവിടെ നിന്ന് എന്തോ ഊരി അറിയാണ്ട് ഇരുന്ന് കഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനും പറയുന്നുണ്ട് ചേട്ടൻ്റെ അടുത്ത്, ചേട്ടൻ എന്താ വല്ലതാവുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ വീഡിയോസൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതിവിടെയാണ് വെക്കേണ്ടത്, പക്ഷെ അവിടെ വെക്കാൻ അതിനുള്ള ഗ്യാപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര ഞാൻ സെറ്റ് ചെയ്തില്ലേ, ഇനി ബാക്കി നീ വീഡിയോ നോക്കി യൂട്യൂബ് നോക്കിയിട്ട് നീ സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും ആവാണ്ട് ടേബിൾ മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചെയർ ഒരു വിധത്തിൽ ഞങ്ങൾ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടേബിൾ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കണ്ണൻകുട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. അപ്പോൾ കുറുക്ക് കൊടുത്തപ്പോൾ ലഹളയാണ് കേട്ടോ, ലഹളമയാണ് കേട്ടോ കാണുന്നത്. കുറുക്ക് കൊടുക്കുന്നത് ഇഷ്ടമില്ല, ആകെ വാശി. അപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറുക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ കുറുക്കിനും ആകെ അടച്ചില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, ചില സമയത്ത് വിഷമമൊക്കെ വരും, ചില സമയത്ത് ചിലപ്പോൾ കുഞ്ഞ് ദേഷ്യമൊക്കെ വരും. പക്ഷെ ഞാൻ ദേഷ്യം വന്നാലും അവൻ്റെ അടുത്ത് കാണിക്കില്ല. കാരണം ഞാനൊന്ന് ഇടാ എന്ന് വിളിച്ചാൽ വരെ കരയുന്ന ആളുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് ദേഷ്യം കാണിക്കാം. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനൊന്ന് ഇടാ എന്നൊന്ന് ഇതാക്കി വിളിച്ചപ്പോൾ വരെ സങ്കടം വന്ന് വിഷമം വന്ന ആളെ ഞാൻ എങ്ങനെയാണ് ചീത്ത പറയുക. അങ്ങനെ ഞങ്ങൾ റെഡിയൊക്കെ ആയി ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുക കേട്ടോ. രാവിലെ തന്നെ നല്ല ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പോയി കല്യാണി വരുന്ന സമയമാകുമ്പോഴേക്കും തിരിച്ച് വരികയും ചെയ്തു. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കായിരുന്നു ഇറങ്ങേണ്ടതായിരുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ണനെ ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇരുത്തി നോക്കി. അപ്പോൾ ആൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ വന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കാണാൻ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് ചെയ്തത്. ചെയർ ചാരി വെച്ചപ്പോഴേ ആൾ ഓക്കെ ആയിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് വീട്ടിൽ വന്ന് കയറിയപ്പോൾ പിന്നെ വയ്യ. രാവിലെ പോയതല്ലേ, 4 മണി ആവാറായിട്ടുണ്ട് വീട്ടിൽ വന്ന് കയറിയപ്പോൾ. അപ്പോൾ ആകെ വയ്യാണ്ടാണ് കേട്ടോ പിന്നെ വന്നേക്കുന്നത്. പിന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും കണ്ണനും കൂടെ കല്യാണി വന്നു കഴിഞ്ഞ് കല്യാണിക്ക് ചായയൊക്കെ കൊടുത്തിട്ട് ഞാൻ കല്യാണിയുടെ അടുത്ത് പറഞ്ഞു, കല്യാണി അമ്മ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ, അമ്മയ്ക്ക് തീരെ വയ്യ, എനിക്ക് കോൾഡും തുമ്മലും എല്ലാം ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ യാത്രകളും ഒക്കെ ആകുമ്പോൾ നമുക്ക് ആകെ ക്ഷീണം തോന്നുന്നു. അങ്ങനെ ഞാനും കണ്ണനും കൂടെ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.